Hello, welcome to anooptube. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് C++ൽ എങ്ങനെയാണ് നമുക്ക് പോയിന്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുക, അതിൽ എന്താണ് നമ്മൾ പോയിന്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ്, എങ്ങനെയാണ് നമ്മളൊരു പോയിന്ററിനെ ഹാൻഡിൽ ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പോയിന്ററിനെ കുറിച്ച് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പോയിന്റർ, എങ്ങനെയാണ് പോയിന്റർ ഡിഫൈൻ ചെയ്യുന്നത്, പോയിന്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് വാല്യൂ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഓക്കെ, നിങ്ങൾ ഒരു പ്രോഗ്രാമിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. വീഡിയോസ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അപ്പുറത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടായിരിക്കും. ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് എന്താണ് ഒരു പോയിന്റർ എന്നൊരു കൺസെപ്റ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ C++ൽ നമ്മൾ കുറേ ടൈപ്പ് ഓഫ് വേരിയബിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ഇൻറ്റിജർ വേരിയബിൾ, ഡബിൾ വേരിയബിൾ, ഫ്ലോട്ട്, പിന്നെ ക്യാരക്ടർ, പിന്നെ സ്ട്രിങ്, ഇങ്ങനെ കുറേ വേരിയബിൾസ് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് നമ്മളൊരു വേരിയബിൾ ടൈപ്സ് നമ്മൾ ഉണ്ടാക്കിയിരുന്നു, ക്ലാസ്, സ്ട്രക്ചർ, അങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള വേരിയബിൾസ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അതേപോലെ തന്നെ പോയിന്റർ എന്ന് പറഞ്ഞാലും ഒരു വേരിയബിൾ ആണ്. ഓക്കെ, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് വേരിയബിൾ ദാറ്റ് ക്യാൻ ഹോൾഡ് എ മെമ്മറി അഡ്രസ്. ഒരു മെമ്മറി അഡ്രസ്സ് ഹോൾഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു തരം വേരിയബിൾസിന് പറയുന്ന പേരാണ് സിംപിളി പോയിന്റർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ സിംപിളി നമ്മൾ പോയിന്റർ എന്ന് പറയുമ്പോൾ വലിയൊരു കൺസെപ്റ്റ് ഒന്നുമല്ല. പോയിന്റർ എന്ന് പറഞ്ഞാൽ സിംപിളി ഒരു കൺസെപ്റ്റാണ്. അതിനെന്ത് ചെയ്യാൻ പറ്റും, സാധാരണ മറ്റുള്ള വേരിയബിൾസിന് എന്താണ് ഒരു വാല്യൂ ആയിരിക്കും ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ, അതായത് പോയിന്റർ വേരിയബിൾസിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് ഒരു ടൈപ്പ് ഓഫ് മെമ്മറി അഡ്രസ്സ്, അതായത് ഒരു മെമ്മറി അഡ്രസ്സിനായിരിക്കും സിംപിളി അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സാധാരണ 8 ബൈറ്റ്. ഓക്കെ, അത് നമ്മൾ ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ ആർക്കിടെക്ചർ, അതായത് നമ്മുടെ പ്രോസസ്സറിൻ്റെ ആർക്കിടെക്ചർ വെച്ചിട്ടായിരിക്കും നമ്മളതിനെ ഹോൾഡ് ചെയ്യുന്നത്, അതിൻ്റെ സൈസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു പോയിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മളൊരു പോയിന്റർ വർക്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സിമ്പിളായിട്ടൊരു PPT ഉണ്ടാക്കിയിട്ടുണ്ട്. ആ PPT വെച്ചിട്ട് നമുക്ക് ബേസിക്കലി പെട്ടെന്ന് നമുക്ക് ഒന്ന് ഓടിച്ചിട്ട് പോവാം. ഓക്കെ, അതിനുശേഷം നമ്മൾ പ്രോഗ്രാമിങ്ങിലോട്ട് കിടക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എങ്ങനെയാണ് ഒരു പോയിന്റർ വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു പോയിന്റർ വർക്ക് ചെയ്യുന്നതാണ് ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു മെമ്മറി ഉണ്ടായിരിക്കും. നമുക്ക് ഒരു കമ്പ്യൂട്ടറിൽ നമ്മളൊരു പ്രോഗ്രാം റൺ ചെയ്യുക എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ മെമ്മറിയിൽ ആ പ്രോഗ്രാമിനെ ലോഡ് ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് വേരിയബിൾസ് ഇനീഷ്യലൈസ് ചെയ്യുന്നു, അതിലോട്ട് വേരിയബിൾസ് അതിൽ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നു, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണ നടത്തുക. അപ്പോൾ നമുക്കൊരു മെമ്മറി ഉണ്ടായിരിക്കും. ഓക്കെ, ഈ മെമ്മറിയിലായിരിക്കും ബേസിക് ആയിട്ടുള്ള എല്ലാ ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് വെച്ച് കഴിഞ്ഞാൽ ഈ മെമ്മറിയിലെ ഈച്ച് ആൻഡ് എവരി ബ്ലോക്കിനെ യുണീക്ക് ആയിട്ടുള്ള ഒരു അഡ്രസ്സ് കൊടുക്കും. ഓക്കെ, ഒരു മെമ്മറി ആയിട്ടുള്ള ഒരു നമ്പർ ഫോർമാറ്റിൽ നമ്മളൊരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് എക്സ് ആയിട്ട് ടൈപ്പ്, അതായത് എക്സ ഫോർമാറ്റിലായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. നമ്മളിപ്പോൾ ഇവിടെ ബേസിക്കലി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 001 എന്ന രീതിയിലൊക്കെ നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ഇങ്ങനെയായിരിക്കും ബേസിക്കലി പേര് കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ആലോചിച്ചാൽ മതി. നമ്മൾ ഈ പ്രോഗ്രാമിംഗ് നോളേജിൽ നമുക്ക് ഇതിൻ്റെ അഡ്രസ്സിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു പോയിന്റർ ഓക്കെ നമുക്ക് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാധാരണ എങ്ങനെയാണ് ഒരു വേരിയബിൾ ഉണ്ടാക്കുക, ഒരു ഇൻറ്റിജർ വേരിയബിൾ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുക, ഇൻറ്റ് എക്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കും വേരിയബിൾ ആയിരിക്കും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നില്ലേ. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ കമാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കമ്പൈലർ അല്ലെങ്കിൽ നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത്, നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് പ്രോസസ്സ് എന്ത് ചെയ്യും, ഈ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ എക്സ് എന്ന് പറയുന്ന സാധനത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന മെമ്മറി 10,000 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ എക്സിലോട്ട് 50 എടുത്ത് വയ്ക്കുകയാണ്. 50 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ എഴുതുകയാണെങ്കിൽ പ്രോസസ്സ് എന്ത് ചെയ്യും, ഈ 50 എന്ന് പറഞ്ഞ വാല്യൂ ഇതിലോട്ട് എടുത്ത് വയ്ക്കും, ഈ മെമ്മറി അഡ്രസ്സിലോട്ട് എടുത്ത് വയ്ക്കും. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി നമ്മൾ ഒരു പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത്. ഇൻറ്റേർണലി വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പോയിന്റേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇൻറ്റേർണലായിട്ട് നമ്മുടെ മെമ്മറി മാനേജ്മെൻറ്റാണ് നമ്മൾ ബേസിക്കലി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു പോയിന്റർ വേരിയബിൾ ഉണ്ടാക്കാൻ പറ്റുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റർ വേരിയബിളിൻ്റെ സിൻടാക്സ് ഒക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ ബേസിക്കലി നമ്മൾ പോയിന്റർ വേരിയബിൾ ഉണ്ടാക്കുന്നത് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്പറേറ്റർ വെച്ചിട്ടായിരിക്കും നമ്മൾ ബേസിക്കലി ഒരു പോയിന്റർ വേരിയബിൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് പഠിക്കുക. ഓക്കെ, ഇത് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ സിൻടാക്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനൊരു പോയിന്റർ വേരിയബിൾ ഉണ്ടാക്കുകയാണ്, അതായത് ഇൻറ്റിജർ പോയിന്റർ വേരിയബിൾ ഉണ്ടാക്കുകയാണെങ്കിൽ
ഞാൻ എഴുതാൻ പോകുന്നത് ഇൻറ്റ് സ്റ്റാർ പി ടി ആർ എന്നായിരിക്കും. ഇപ്പോൾ ഇങ്ങത്ര മാത്രം മനസ്സിലാക്കുക. ഇതിൻ്റെ സിൻടാക്സും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് ടൈപ്പിൽ നോക്കും. അതായത് ഇത് കഴിഞ്ഞിട്ടുള്ള പ്രോഗ്രാമിംഗ് സെഷനിൽ നമ്മൾ നോക്കും. ഓക്കെ, അപ്പോൾ ഇൻറ്റ് സ്റ്റാർ പോയിൻ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വേരിയബിൾ ഉണ്ടാക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ പ്രോസസ്സ് എന്ത് ചെയ്യിച്ചു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് മെമ്മറി അഡ്രസ്സ് അലോക്കേറ്റ് ചെയ്യും. ഓക്കെ, അത് എങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്തിട്ടുണ്ടാവുക? ഒരു മെമ്മറി അഡ്രസ്സിലോട്ടായിരിക്കും പോയിൻ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഒരു മെമ്മറി അഡ്രസ്സിലോട്ടായിരിക്കും പോയിൻ്റ് ചെയ്യുന്നുണ്ടാവുക. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാൽ പോയിൻ്റർ ഈക്വൽ ടു ആംബ്രസെൻ്റ് ഓഫ് എക്സ് എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതായത് പോയിൻ്ററിലോട്ട് എക്സിൻ്റെ മെമ്മറി അഡ്രസ്സ് ആയിരിക്കും എടുത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും വരിക? ബേസിക്കലി 10,000 എന്നായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇൻറ്റിജർ പോയിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേരിയബിളാണ്. അതിന് എന്ത് ചെയ്യണം? ഒരു സെറ്റ് ഓഫ് മെമ്മറി അഡ്രസ്സ് വേണം. ഓക്കെ, അതിന് മെമ്മറി അഡ്രസ്സ് എന്തായാലും ഉണ്ടായിരിക്കും. അതാണ് 10,004 എന്ന് പറയുന്ന സംഭവം. പക്ഷേ അത് ഹോൾഡ് ചെയ്യുന്നത് എന്താണ്? വേറൊരു മെമ്മറി അഡ്രസ്സ് ആയിരിക്കും ഹോൾഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എക്സിൻ്റെ മെമ്മറി അഡ്രസ്സാണ് അത് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ എക്സിൻ്റെ ഇവിടെ മെമ്മറി അഡ്രസ്സ് എന്താണ്? 10,000 ആണ്. അപ്പോൾ നമ്മൾ പോയിൻ്റർ ഈക്വൽ ടു ആംബ്രസെൻ്റ് ഓഫ് എക്സ്, അതായത് മെമ്മറി അഡ്രസ് ആംബ്രസെൻ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി അഡ്രസ് ഓഫ് എക്സ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് ടൈമിൽ നോക്കും. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കിക്കുക. നമ്മൾ പോയിൻ്ററിനെ ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആംബ്രസെൻ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സിൻ്റെ മെമ്മറി അഡ്രസ് ആയിരിക്കും നമ്മൾ എന്തിലോട്ട്? പോയിൻ്ററിലോട്ട് എടുത്തു വയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പോയിൻ്ററിൽ എന്തുണ്ടായിരിക്കും? ബേസിക്കലി മെമ്മറി അഡ്രസ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആ മെമ്മറി അഡ്രസ്സിൽ സ്പെസിഫിക് ആയിട്ടൊരു വാല്യൂ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ ഉള്ള മെമ്മറി അഡ്രസ്സ് എന്താണ്? 10,000 ആണ്. ഈ 10,000 കറസ്പോണ്ടിങ് വാല്യൂ എന്താണ്? 50 ആണുള്ളത്. ഓക്കെ, അപ്പോൾ പോയിൻ്റർ എന്ന് പറയുന്നത് എന്തിലോട്ടാണ് ബേസിക്കലി നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നത്? എങ്ങോട്ടാണ്? 10,000 തന്നെയാണ്. ഓക്കെ, ഇതാണ് നമ്മൾ പോയിൻ്റർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് സ്റ്റാർ പോയിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻ്ററിൻ്റെ വാല്യൂ എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, പോയിൻ്ററിൻ്റെ വാല്യൂ എന്താണ്? പോയിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 10,000 ആണ്. അതിലുള്ള കറസ്പോണ്ടിങ് വാല്യൂ എന്താണ്? 50 ആണ്. ആ 50ലോട്ട് നമ്മളൊരു വാല്യൂ നമ്മൾ അസൈൻ ചെയ്യണം, വേറൊരു വാല്യൂ വെക്കുകയാണ് വിചാരിക്കും. അപ്പോൾ ഞാൻ സ്റ്റാർ പോയിൻ്റർ ഈക്വൽ ടു, അതായത് പോയിൻ്ററിൻ്റെ വാല്യൂയിലോട്ട് ഞാൻ വേറൊരു വാല്യൂ അസൈൻ ചെയ്യണം. ഇപ്പോൾ 69 പറഞ്ഞിട്ട് ഞാൻ അസൈൻ ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഈ സ്റ്റാർ പോയിൻ്ററിലോട്ട് 69 എടുത്തു വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ പോയിൻ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വാല്യൂ അറ്റ് പോയിൻ്റർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ പോയിൻ്ററിൽ എന്താണ് വാല്യൂ ഉള്ളത്? 10,000 ആണ്. 10,000 കറസ്പോണ്ടിങ് ഏതാണ് വാല്യൂ ഉള്ളത്? 50 ആണുള്ളത്. ഈ 50ൻ്റെ സ്ഥാനത്തോട്ട് 69 എന്ന് പറഞ്ഞ സംഭവം എന്ത് ചെയ്യും? അസൈൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ കറസ്പോണ്ടിങ് വാല്യൂ എന്തായിരിക്കും? 50 എന്നുള്ളത് 69 ആയിട്ട് മാറും. ഇതാണ് ബേസിക്കലി നമ്മൾ പോയിൻ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ഇത്രയാണ് നമ്മൾ ബേസിക്കലി ഒരു പോയിൻ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതാണ് നമുക്ക് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്കത് പ്രോഗ്രാമിംഗ് ചെയ്യാം, അതായത് ഇതിൻ്റെ സിൻടാക്സ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എടുത്തു. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഇതിൻ്റെ സിൻടാക്സ് എന്താണെന്ന്. ഓക്കെ, അപ്പോൾ സിൻടാക്സ് നമ്മൾ നേരത്തെ ഉള്ള നമ്മൾ ഹൗ പോയിൻ്റർ വർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു PPT നമ്മൾ നോക്കിയായിരുന്നല്ലോ. ഓക്കെ, അതിൽ നമ്മൾ ബേസിക്കലി എല്ലാ കാര്യങ്ങളും ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ട്. എന്താണ് പോയിൻ്റർ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി. ജസ്റ്റ് ഒരു ഐഡിയ ബേസിക്കലി തന്നു. ഓക്കെ, മെമ്മറി അഡ്രസ്സിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു ഐഡിയ ഞങ്ങൾക്ക് തന്നു. ഓക്കെ, ഇനി ഇത് നമ്മൾ സിൻടാക്റ്റിക്കലി എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് സിൻടാക്സ് ആണ്. ഓക്കെ, അപ്പോൾ സിൻടാക്സ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എങ്ങനെയാണ് ഒരു സാധാ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു നോർമൽ വേരിയബിൾ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് അറിയാലോ. നമ്മൾ എന്ത് ചെയ്യും? ഈ ഡാറ്റ ടൈപ്പ് എഴുതും, അതിനുശേഷം ഓക്കെ വേരിയബിൾ നെയിം എഴുതും, അതിനുശേഷം നമുക്ക് സെമിക്കോളൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്തു? ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് അതിലോട്ട് വാല്യൂ അസൈൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? വേരിയബിൾ 10 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേരിയബിൾ നെയിമിലോട്ട് നമുക്ക് ഇപ്പോൾ 10 എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ എടുത്ത് വയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മളൊരു പോയിൻ്റർ വേരിയബിൾ നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, പോയിൻ്റർ വേരിയബിൾ ആണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോയിൻ്റർ ആണെന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് നമുക്ക് ഹോൾഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ഒരു പോയിൻ്റർ വേരിയബിൾ ആണ്, പക്ഷേ ആ പോയിൻ്റർ എന്ത് ടൈപ്പ് ഡാറ്റയാണ് ഹോൾഡ് ചെയ്യേണ്ടത് നമുക്ക് പറയണം. ആ ടൈപ്പ് ആയിരിക്കും നമ്മൾ പോയിൻ്ററാക്കി മാറ്റാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ഇൻറ്റിജർ ഡാറ്റയിലോട്ടുള്ള മെമ്മറി അഡ്രസ്സാണ് നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ, ഇൻറ്റിജർ ഡാറ്റയുടെ മെമ്മറി അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ആ പോയിൻ്റർ എന്തായിരിക്കും? ഇൻറ്റിജർ പോയിൻ്റർ ആയിരിക്കും. ഓക്കെ, ഒരു ഡബിൾ ആയിട്ടുള്ളൊരു ഡാറ്റ ഉണ്ട്. ഇപ്പോൾ 10.4 എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ നമ്മൾ ഓൾറെഡി സ്റ്റോർ ചെയ്തിരിക്കുക, അതിന് മെമ്മറി അഡ്രസ്സാണ് നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ അതിൻ്റെ ടൈപ്പ് എന്തായിരിക്കും? ഡബിൾ പോയിൻ്റർ ആയിരിക്കും. നമ്മൾ ഡബിൾ ആയിരിക്കും അതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത്.
ഡബിൾ പോയിന്റർ ആയിരിക്കും നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഓക്കെ, ഇനി അതല്ല വേറൊരു ക്ലാസിൻ്റെ ടൈപ്പിലാണ് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ആ ക്ലാസിൻ്റെ ടൈപ്പ് ഓഫ് പോയിന്റർ ആയിരിക്കും നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് ഡാറ്റ ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഉണ്ടാക്കുന്നത് എനിക്ക് വേരിയബിൾ നെയിം എന്ന് പറഞ്ഞിട്ടൊരു ഇൻറ്റിജർ വേരിയബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പോയിന്ററാണ് എനിക്ക് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ടൈപ്പ് എന്തായിരിക്കും? ഇൻറ്റിജർ പോയിന്റർ ആയിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം എഴുതും ഇൻറ്റ് എഴുതും, അതിനുശേഷം ഒരു സ്റ്റാർ ഇടും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? പോയിന്റർ വേരിയബിൾ നെയിം, അതായത് നമ്മൾ വേരിയബിളിൻ്റെ നെയിം എഴുതാൻ പോകണം, അത് പോയിന്റർ വേരിയബിൾ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയിന്റർ വേരിയബിൾ നെയിം കൊടുക്കും. ഓക്കെ, അപ്പോൾ പോയിന്റർ വേരിയബിൾ നെയിം. ഓക്കെ, പോയിന്റർ വേരിയബിൾ നെയിം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു, അതിനുശേഷം സെമിക്കോളൻ ഇട്ടു. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ബേസിക്കലി ഒരു പോയിന്റർ വേരിയബിൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് എക്സോ വൈയോ എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഇവിടെ നമുക്ക് എക്സോ വൈയോ സെഡോ എങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ സ്റ്റാർ നിടണം. സ്റ്റാർ നിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം സാധാ വേരിയബിൾ ആയിരിക്കും. ഓക്കെ, സ്റ്റാർ നിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? അതൊരു പോയിന്റർ വേരിയബിൾ ആണെന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മളൊരു പോയിന്റർ വേരിയബിൾ ഉണ്ടാക്കി, അതിനുശേഷം നമ്മൾ എന്ത് വെച്ചാൽ ഇതിനകത്തോട്ട് നമ്മൾ വാല്യൂ സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ വാല്യൂ സെറ്റ് ചെയ്യണമെങ്കിൽ പോയിന്റർ വേരിയബിൾ എന്താണ് ശരിക്കും ഹോൾഡ് ചെയ്യുക? ഒരു മെമ്മറി അഡ്രസ്സ് ആണ് ഹോൾഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈക്വൽ ടു, അതായത് പോയിന്റർ വേരിയബിൾ ഈക്വൽ ടു പോയിന്റർ വേരിയബിളിലോട്ട് നമ്മൾ എന്താണ് കൊടുക്കുന്നത്? ഒരു മെമ്മറി അഡ്രസ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ മെമ്മറി അഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് മെമ്മറി അഡ്രസ്സ് കിട്ടണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററാണ്, അല്ലെങ്കിൽ ഒരു സൈഡാണ് ആംബ്രസെൻ്റ് എന്ന് പറയും, ആൻഡില്ലേ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു വേരിയബിളിൻ്റെ പേര് കൊടുക്കും. ഓക്കെ, ആ വേരിയബിളിൻ്റെ മെമ്മറി അഡ്രസ്സ് ആയിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഇവിടെ എടുത്ത് വെക്കേണ്ട മെമ്മറി അഡ്രസ്സ് ഏതിനാണ്? വേരിയബിൾ നെയിമിൻ്റെയാണ് മെമ്മറി അഡ്രസ്സാണ്. സോ ഞാൻ എന്ത് ചെയ്യും? ആംബ്രസെൻ്റ് ഓഫ് വേരിയബിൾ നെയിം എന്ന് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും ബേസിക്കലി സംഭവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ മെമ്മറി അഡ്രസ്സ് എന്ന് പറയുന്നത് 10,000 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ പോയിന്റർ വേരിയബിളിൽ ഉണ്ടാവുന്ന വാല്യൂ എന്തായിരിക്കും വരിക? ബേസിക്കലി 10,000 എന്നായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അത്രേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി കിട്ടിയാലും ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഒരു പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതും ഇനീഷ്യലൈസ് ചെയ്യുന്നതും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് പോയിന്റർ വേരിയബിൾ ആക്സസ് ചെയ്യാമെന്നാണ്. ഓക്കെ, ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്റ്റാർ ഓപ്പറേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, സ്റ്റാർ എന്ന് പറഞ്ഞാൽ വാല്യൂ അറ്റ് ദാറ്റ് പോയിന്റർ എന്നാണ് അർത്ഥം. വാല്യൂ അറ്റ് ദാറ്റ് പോയിന്റർ. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഈ പോയിന്റർ വേരിയബിളിലുള്ള വാല്യൂ എനിക്ക് പ്രിൻറ്റ് ചെയ്യണം. അതായത് പോയിന്റർ വേരിയബിൾ എങ്ങോട്ടാണോ പോയിന്റ് ചെയ്തിരിക്കുന്നത് അതിനകത്തുള്ള വാല്യൂ എനിക്ക് പ്രിൻറ്റ് ചെയ്യണം. അതായത് പോയിന്റർ വേരിയബിൾ എങ്ങോട്ടാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്? 10,000 അപ്പോൾ ആ 10,000 എന്താണ് വാല്യൂ ഉള്ളത്? വേരിയബിൾ നെയിമിനകത്തുള്ള വാല്യൂ എന്താണ്? 10 ആണുള്ളത്. അപ്പോൾ എനിക്ക് 10 ആണ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ പോയിന്റർ വേരിയബിൾ നെയിം എന്നെടുക്കണം. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ അറ്റ് ദാറ്റ് പോയിന്റർ, ആ പോയിന്ററിനകത്തുള്ള വാല്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പക്ഷേ പോയിന്റർ വേരിയബിൾ നെയിമിൽ എന്താ ഉള്ളത്? ബേസിക്കലി മെമ്മറി അഡ്രസ്സ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ സ്റ്റാർ എടുത്തു കഴിഞ്ഞാൽ ആ മെമ്മറി അഡ്രസ്സിലുള്ള വാല്യൂ ആയിരിക്കും നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ബേസിക്കലി നമുക്കൊരു പോയിന്ററിനെ കുറിച്ചിട്ട് മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വെച്ചാൽ ബേസിക്കലി ഒരു സിമ്പിളായിട്ടൊരു പ്രോഗ്രാം എഴുതാം. അപ്പോൾ ഞാനൊരു സിമ്പിളായിട്ട് പ്രോഗ്രാം എഴുതാണ്. ഫസ്റ്റ് നമ്മൾ എന്താ എഴുതാൻ പോകുന്നത്? ഒരു വേരിയബിൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇൻറ്റ് എക്സ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വേരിയബിൾ ഉണ്ടാക്കിയിട്ടോ. ഓക്കെ, അതിനുശേഷം ഓക്കെ stdc ഔട്ട് ഓഫ് എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ബേസിക്കലി സിമ്പിളായിട്ട് ഇതിൻ്റെ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. g++main.cpp./add.out എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 10 എന്ന് വാല്യൂ കിട്ടും. കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ബേസിക്കലി നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇൻറ്റിജർ പോയിന്ററാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇൻറ്റിജർ പോയിന്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇൻറ്റ് എഴുതണം. അതിനുശേഷം സ്റ്റാർ പോയിന്റർ വേരിയബിൾ ആണെന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് PTR എഴുതി, അല്ലെങ്കിൽ P എന്ന് എഴുതിയാലും മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ നിങ്ങൾക്ക് പേര് എഴുതാം. അപ്പോൾ ഞാൻ A എന്ന് എഴുതി. ഓക്കെ, A ഈക്വൽ ടു ആംബ്രസെൻ്റ് ഓഫ് എക്സ്. ഓക്കെ, ആംബ്രസെൻ്റ് ഓഫ് എക്സ് എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇതിനൊന്ന് പ്രിൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, A എന്ന് പറയേണ്ട വാല്യൂന്ന് ഞാൻ ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യാൻ ശ്രമിക്കണം. എന്താ സംഭവിക്കാൻ നോക്കാം. ഓക്കെ, സേവ് ചെയ്തു. അതിനുശേഷം ഞാൻ വീണ്ടും ഒന്ന് പ്രിൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് 10 എന്ന് പ്രിൻറ്റ് ചെയ്തു. പക്ഷേ സെക്കൻഡ് നമുക്കൊരു മനസ്സിലാവാത്തൊരു സംഭവമാണ് പ്രിൻറ്റ് ചെയ്തില്ലേ. ഇതാണ് മെമ്മറി അഡ്രസ്സ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, മനസ്സിലായില്ല. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി നോക്കാം. നമുക്ക് ഈ എക്സിൻ്റെ മെമ്മറി അഡ്രസ്സ് ഒന്ന് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കലി നമ്മൾ മെമ്മറി അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത് stdc ഔട്ട് ഓഫ് ആംബ്രസെൻ്റ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഞാൻ എന്ത് പ്രിൻറ്റ് ചെയ്തു? എക്സിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്തു അല്ലേ. സിമ്പിളായിട്ട് എക്സിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്തു. ആൻഡ് എക്സിൻ്റെ മെമ്മറി അഡ്രസ്സ് ഞാൻ പ്രിൻറ്റ് ചെയ്തു. എന്തായിരുന്നു വന്നത്?
07FFF ലാസ്റ്റ് CC എന്ന് പറഞ്ഞിട്ട് സംഭവം വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതാണ് മെമ്മറി അഡ്രസ് ഓഫ് എക്സ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇനി ഞാൻ ഇവിടെ എന്താ പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്? എ ആണ് പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്? മെമ്മറി അഡ്രസ് ഓഫ് എക്സ്. സോ എയുടെ വാല്യൂ എന്തായിരിക്കും വരിക? മെമ്മറി അഡ്രസ് ഓഫ് എക്സ്. ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി നമ്മൾ ഇങ്ങനെ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചിട്ടോ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ഞാൻ പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത് വാല്യൂ അറ്റ് എ, അതായത് എയിലുള്ള വാല്യൂ ആണ് ഞാൻ പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എയിൽ എന്താ ഉള്ളത്? ബേസിക്കലി മെമ്മറി അഡ്രസ് ഓഫ് എക്സ്. ആ എക്സിനകത്തുള്ള വാല്യൂ എന്താണെന്നാണ് നമ്മൾ ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും കമ്പൈൽ ചെയ്തു. അതിനുശേഷം എയുടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്റ്റാർ വാല്യൂ, സ്റ്റാർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് കിട്ടുക? 10 എന്നായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ ബേസിക്കലി എന്തായിരിക്കും ഇതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. നമ്മൾ എങ്ങനെയാണ് ഒരു വാല്യൂ ആക്സസ് ചെയ്യുന്നതും എന്താണ് പോയിന്റർ എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതാണ് ബേസിക്കലി ഒരു പോയിന്റർ. പോയിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കൺസെപ്റ്റ് ഒന്നുമല്ല. ബേസിക്കലി അത് എന്തായിരിക്കും സ്റ്റോർ ചെയ്യുക, ഒരു ഹോൾഡ് ചെയ്യുന്നത് ഒരു മെമ്മറി അഡ്രസ്സ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏറ്റവും വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണിത്. ഓക്കെ, അതായത് ഒരു പോയിന്റർ എപ്പോഴും ഹോൾഡ് ചെയ്യുന്നത് ഒരു മെമ്മറി അഡ്രസ്സ് ആയിരിക്കും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതായത് വലിയ വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സിംപ്ലിഫൈ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് പോയിന്റർ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലാണ്. ഓക്കെ, നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ബേസിക്കലി നമ്മളൊരു പോയിന്ററിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഡിഫൈൻ ചെയ്യുന്നതും യൂസ് ചെയ്യുന്നതും. ഓക്കെ, ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബേസിക്കലി പറഞ്ഞത് എന്താണ് പോയിന്റർ എന്നുള്ള കൺസെപ്റ്റാണ്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പോയിന്ററിൻ്റെ യൂസേജസ് ആണ്. ഓക്കെ, ഈ പോയിന്റർ വെച്ചിട്ടുള്ള യൂസേജസ് ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. കമൻറ്റ് സെക്ഷനിൽ നമ്മൾ അതിൻ്റെ ആൻസർ പറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്ക്, അതായത് ഇതിൻ്റെ കുറച്ചുകൂടി ഹയർ ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് നമ്മൾ വരും. ഓക്കെ, ബൈ.